ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ടോ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ഈ ഒരു പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ വേറെ എങ്ങോട്ടല്ല, വയനാട്ടിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നേരെ തൊള്ളായിരം പിടിക്കാനുള്ള പരിപാടിയാണ്. തൊള്ളായിരം എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി റൂട്ടിൽ, മേപ്പാടിയിൽ നിന്ന് സൂചിപ്പാറ റൂട്ടിലാണ് തൊള്ളായിരം ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളിങ്ങനെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊള്ളായിരം ഡീറ്റെയിൽസാണ് നമ്മളന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതാ ഇപ്പോൾ നമ്മളെ ഒരു തൊള്ളായിരം ഇവിടുന്നാണ് നമ്മൾ ജീപ്പൊക്കെ റെൻറ്റിന് എടുത്തിട്ട്, റെൻ്റല്ല, ഇവിടുന്ന് ഒരു ഡ്രൈവർമാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്നാണ് നമ്മൾ മേലോട്ട് പോവുക. അപ്പോൾ ഈ ഒരു അങ്ങാടിയുടെ പേര് കല്ലാടിന്ന് അങ്ങനെ എന്തോ ആണ്, മീനാക്ഷി എന്നൊക്കെ പറയും. ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വലിയ വണ്ടിയിലൊക്കെയാണ് വരുന്നത്, കാറിലൊക്കെയാണ് വരുന്നത് വെച്ചാൽ നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ജീപ്പ്, ഓഫ് റോഡ് ജീപ്പ് എടുത്തിട്ട് പോവാം. ഇതിപ്പോൾ ഒരു ഓഫ് റോഡിങ് ട്രാക്കാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഒരു 6 കിലോമീറ്റർ ആണ് ഈ ഒരു ട്രാക്ക് ഉള്ളത്, ടോപ്പിലെത്തുന്നവരെ. ഏകദേശം ഒരു 1500 ആ റേഞ്ചാണ് അപ്പ് ആൻഡ് ഡൗൺ ഒരു ജീപ്പിനുള്ള റേറ്റ് എന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു വിധത്തിൽ കാറൊന്നും കൊണ്ട് മേലോട്ട് കയറാത്തതല്ലേ, പക്കാ ഓഫ് റോഡിങ് ഒരു ട്രാക്കാണ്. അപ്പോൾ ഞങ്ങളെ ബൈക്ക് ഉള്ളതുകൊണ്ട് ബൈക്കും കൊണ്ടാണ് ഞാൻ നല്ല കയറുന്നത്. ഞങ്ങൾ വലിയ ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ഒന്നുമല്ല, എന്താ സ്ഥിതിയൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, എന്തായാലും കയറാനുള്ള പ്ലാനിങ്ങിലാണ്. ചെറുതായി ഒന്ന് തൊള്ളായിരം കുറിച്ച് നിങ്ങൾക്ക് എന്താ ഒരു സംഭവം, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. തൊള്ളായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4612 അടി ഉയരത്തിലുള്ളൊരു മലനിരകളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെള്ളരിമല, അരുണമല ഒക്കെ ഈ ഒരു ഭാഗത്താണ്. അത്യാവശ്യം ഫോറസ്റ്റ്, അതുപോലെ തന്നെ പ്ലാന്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഉള്ളൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലൈമറ്റാണ് ഏറ്റവും ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ഒരു 21 ഡിഗ്രിയാണ് ഇവിടുത്തെ ഒരു ആവറേജ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. റോഡൊക്കെ അത്യാവശ്യം ഫുള്ളി ഒരു ഓഫ് റോഡ് ടൈപ്പാണ്. ഈ ഒരു ടൈം ആയതിനോട് വലിയ പ്രശ്നമില്ല. മഴയൊക്കെയുള്ള ടൈം ആകുന്ന സമയത്ത് വളരെ ഡേഞ്ചർ തന്നെയായിരിക്കും. ഏതായാലും ഞാൻ താഴത്തിറങ്ങി ഇങ്ങനെ നടന്ന് മുമ്പോട്ട് പോയതാണ്. ഞങ്ങൾ താഴെ നിന്ന് ചോദിച്ച സമയത്ത് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീപ്പിനുള്ള ട്രാക്ക് കാര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഫുള്ള് പൊളിഞ്ഞെടുക്കുന്ന ഒരു ഭാഗത്ത് കൂടിയാണ് പോകുന്നത്. കുറച്ചൊരു കുഴി ചാടി ഇങ്ങനെ വേണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോവാൻ. ഞങ്ങളെ ഫസ്റ്റ് ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പ് ഞങ്ങൾ വേറെ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും കയറിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓഫ് റോഡ് കയറുന്ന പരിപാടി ഉള്ളത്. ഇനി അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡുകൾ കയറാനുണ്ട്. ഏതായാലും എല്ലാം നമ്മളെ ചാനലിൽ ഇങ്ങനെ വഴിയെ വന്നുകൊണ്ട് നിൽക്കും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളും റൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊപ്പം ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക. പിന്നെ ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അങ്ങ് കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് താഴെന്ന് പറഞ്ഞത്. ജീപ്പിൻ്റെ ട്രാക്ക് കയറി കഴിഞ്ഞാൽ ജീപ്പ് വരുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മേലൊന്ന് ഹോൺ അടിക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ട്രാക്കിൽ നിന്ന് സൈഡാക്കി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കയറിയിട്ട് ഈ ഒരു ഭാഗം കണ്ടപ്പം ജസ്റ്റ് ചവിട്ടിയാണ്. ഇതിപ്പോൾ അരുണമലയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തൊള്ളായിരം ഇക്കോ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളോട്ട് കയറാനുള്ള പ്ലാനിങ് ആയി നിൽക്കുകയാണ്. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് അവിടെ ഒരു ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇക്കോ പാർക്ക് തൊള്ളായിരം പറഞ്ഞിട്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ഥലത്ത് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഒന്നുള്ളത് ഇവിടെയാണ്, പിന്നൊന്ന് ഏറ്റവും ടോപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളിൽ കയറുന്ന ഈ ഒരു സൈഡിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിങ്ങിൽ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജിൽ പോവാം. ഇവിടെ ബോട്ടിങ്, അതേമാതിരി കുറച്ച് ഹൈക്കിങ്, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. 200 രൂപയാണ് ടിക്കറ്റ് ഫെയർ വരുന്നത്.
ഗൈസ് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നടന്ന് നമ്മളൊരു ഇവിടെ 900 കണ്ടി കയറിയതിൻ്റെ ഒരു മെയിൻ സംഭവം ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക, ഈ ഭാഗത്തേക്ക് ഒരു ആൾക്കാരെ ആകർഷിക്കുന്നൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇതാ ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജ് കയറി ഇങ്ങനെ ആ ഒരു മലയുടെ ഒരു സൈഡിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലുണ്ട്. ഇപ്പം ഉച്ചയ്ക്കാണ് ഈ ടൈം കയറുന്നത്, പക്ഷെ എന്നിട്ട് പോലും ഇവിടെ നമുക്ക് ആ ഒരു വെയിലിൻ്റെ ഫീലിങ്സ് അറിയുന്നില്ല. എന്താ വെച്ചാൽ നല്ല ഒരു തണുത്ത കാലാവസ്ഥ. ഞാൻ കയറുമ്പോഴേ നിങ്ങളോട് പറഞ്ഞു ഒരു 21 ഡിഗ്രിയാണ് ഇവിടുത്തെ ഒരു ആവറേജ് ക്ലൈമറ്റ് പറയുന്നത്. ആവറേജ് ക്ലൈമറ്റ് അപ്പോൾ നല്ലൊരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ വെയിലിൻ്റെ ഒരു ചൂട് നമുക്ക് ഒരിക്കലും ഫീലാവില്ല. ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നോക്കുന്ന സമയത്ത് താഴോട്ടുള്ളത് കാണാം. പക്ഷേ വലിയ രീതിയിലുള്ളൊരു ഹൈറ്റ്, നമുക്ക് പേടിയാവുന്ന രീതിക്കുള്ള ഹൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ മലകളും. ഏതൊക്കെയാണ് മല എന്നൊന്നും എനിക്ക് പറഞ്ഞതറിയില്ല. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നോക്കുമ്പോൾ ഈ ഉള്ള മലയും പിന്നെ താഴോട്ടുള്ള ഈ ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ ഒരു മെയിൻ ആംബിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ലൊരു അടിപൊളി ഒരു ഏരിയ ആണിത്. ഇവിടെ പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതവിടെ അങ്ങനെ അമ്പ ചെയ്ത് കളിക്കുന്നുണ്ട് ഒരാൾ. അമ്പ കുടുങ്ങി. എവിടെയാ കിട്ടി? 8 ഒരാൾക്കൊരു ബുള്ളറ്റാ. എൻ്റെ ബുള്ളറ്റും പാടെ അവന് കൊടുത്താലും വേണ്ടിയില്ല, അവനൊന്ന് കൊള്ളിച്ച് കണ്ടായി പറഞ്ഞു. അവിടെ ഒരു കുപ്പിയുണ്ട്, അപ്പോൾ ആ കൊള്ളിക്കൂ. ഇപ്പോൾ ശരിയായതല്ലേ, ഇപ്പം കാണാം. ഇതൊക്കെ പൊളിച്ചാൽ ഞാനത് തീർന്ന് തോക്കി ഞാൻ വാങ്ങും, പൈസ കൊടുത്ത്, കോടികൾ കൊടുത്തിട്ട്. പിന്നെ ഇവിടെ സ്കൈ വാക്കിംഗ് ഉണ്ട്. സ്റ്റാർട്ട്. ഇങ്ങനെ ഞങ്ങൾ സ്കൈ വാക്കിങ് ഇങ്ങനെ ഇറങ്ങി. എൻ്റെ ബ്രോ മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും ഇറങ്ങാനുള്ള പ്ലാനിങ് ആണ്. എൻ്റെ പൊന്നെ, ഇതിലൊരു റാക്കുണ്ട്. ഈ നടുക്കുള്ള സാധനമല്ലേ, അങ്ങനെ ചവിട്ടുക. ചവിട്ടുന്ന സമയത്ത് 2 കയറ് കൂട്ടി ചവിട്ടുക. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചൊരു ട്രിക്കാണ്. ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനത്തെ സാധനത്തിനെ കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ നടക്കുക. കുത്തതിനല്ല, ചെരിച്ചിട്ട്. ഉണ്ടോ, ഞാൻ ഇപ്പോൾ വീഴുന്നില്ല, ഞാൻ ഇപ്പോൾ ലെവലായി. നാട്ടി വീട്ടിലാണ്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല, വീഴില്ല ഞാൻ. കമോൺ ഗൈസ്, ഞാൻ വീഴൂല. ഞാൻ ഈ ക്യാമറയും കൊണ്ടിട്ട് ഇതിൻ്റെ മേത്തൊന്നും വീണാൽ ചെറുതായി കുറച്ച് മെനക്കേടുള്ള പരിപാടി ഇതൊക്കെ. ഇവിടെ തന്നെ ഇപ്പോൾ വേറൊരു കേവ് ഉണ്ട്, പാറ കൊണ്ടുള്ളൊരു ഗുഹ. അതും പാടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പോയി കാണാം. നമ്മളെ ഒരു ഗൈഡ് ഉണ്ട് എന്ന് പറഞ്ഞ ഗൈഡ് നമ്മളെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയാൽ 2 പാറേൻ്റെ നടുക്കായിട്ട് ഒരു ഗുഹ പോലെ നമുക്ക് ഫീലാവും. അതാണ് തോന്നുന്നു. നല്ല തണുപ്പാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളോട്ട് പോവാ. നൂണ്ട് വേണം പോയെ, കുറച്ച് റിസ്ക്കാണല്ലോ. ഇവിടെ ഷോർട്ട് വഴി ഒന്നും ഇല്ലീനു.
ഒരു എളുപ്പമായി ഇതിൻ്റെ മേത്തെ കൂടെ എന്താക്കിയാൽ പോരെ. ഇത്ര ബുദ്ധിമുട്ടൊന്നും. ഊഞ്ഞാല എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. ആ പോണോ കയർമലാട്ടോ സാധനമൊക്കെ അപ്പുറത്തെ കണ്ടത്തിലെത്തി പോവാ. ഫോണും ഇതൊക്കെ ഉടച്ചോ. ഊഞ്ഞാല പിന്നെ എൻ്റെ ഏത് ടൈമും എൻ്റെ വീക്ക്നെസ്സാണ്. എപ്പോൾ കണ്ടാലും ഊഞ്ഞാല കയറണം. എന്താണെന്നറിയില്ല, ഊഞ്ഞാൽ ഇവനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ ഒരു 200 റുപ്യയുടെ ടിക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിംഗ് ഒന്നല്ല, ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സംഭവം. ഞങ്ങളിതാ ബോട്ടിങ് ചവിട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിൻ്റെ ഡ്രൈവർ അപ്പോൾ ഫ്രണ്ട്സ്, തൊള്ളായിരം കണ്ടിയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിനൊരു 2ാം പാർട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊള്ളായിരം കണ്ടിയിൽ ഏറ്റവും ടോപ്പിലൊരു ഗ്ലാസ് പിടിച്ചും പാടുണ്ട്. അവിടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെക്ക് ചെയ്തിട്ട് ഏതാണ് നല്ലത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം വന്നാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ബൈ.